കൃഷ്ണൻ. പ്രണയവും രതിയും ഇഴചേർന്നതാണ് ദൈവസങ്കല്പങ്ങൾ അത്രയും. അവിടെ ഇണചേരൽ പോലും അശുദ്ധമല്ല. പോവൂ കൂവാകത്തേക്ക്, എൻ്റെ മോഹിനിയാവാൻ, ഇരാവാൻ്റെ കാമുകിയാവാൻ, ഒറ്റ രാത്രിയുടെ കാമുകിയാവാൻ. വഴികൾ താണ്ടി താണ്ടി നീ കൂവാകത്തെത്തുമ്പോൾ ഇരാവാൻ ആരെന്ന് നീ അറിയും. കൂവാകത്തെ ആഘോഷപ്പാട്ട് പാടി അർവാണിമാർ മുജീബിനെയും കൊണ്ടുപോകുന്നു. അരങ്ങിൽ കൃഷ്ണൻ മാത്രം അവശേഷിക്കെ വിഷാദഭരിതനായ അർജുനൻ കൃഷ്ണ സമീപമെത്തുന്നു. കൃഷ്ണൻ: അർജുന, എന്തിനിത്ര വിഷാദം? അർജുനൻ: എൻ്റെ കൃഷ്ണ, ഭാരത യുദ്ധത്തിന് ദിവസങ്ങൾ മാത്രം, പക്ഷേ അരുളപ്പാടുണ്ടായിരിക്കുന്നു. പാണ്ഡവർ യുദ്ധം ജയിക്കണമെങ്കിൽ എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയ പരിപൂർണനായ ഒരു പുരുഷനെ കാളിക്ക് ബലി നൽകണമത്രേ. യുദ്ധദേവതയായ കാളിയുടെ അരുളപ്പാടാണ്. കൃഷ്ണൻ: അരുളപ്പാട് ഞാനും അറിഞ്ഞു, പക്ഷേ ആരാണ് ആ പരിപൂർണനായ പുരുഷൻ? അർജുനൻ: ഒന്ന് ഞാൻ, പിന്നെ നീ. പാണ്ഡവർ യുദ്ധം ജയിക്കാൻ ഞാൻ തന്നെ കാളിക്ക് ബലിദാനിയാവാം. കൃഷ്ണൻ: വില്ലാളി വീരനായ അർജുന, നീ ഇല്ലാതെ പാണ്ഡവർ എങ്ങനെ യുദ്ധം ജയിക്കും? അർജുനൻ: പിന്നെയുള്ളത് നീയാണ് കൃഷ്ണ. നിന്റെ ഉപദേശങ്ങളില്ലാതെ പാണ്ഡവർക്ക് എന്ത് യുദ്ധതന്ത്രം, എന്ത് വിജയമന്ത്രം? കൃഷ്ണൻ: പിന്നെ ആരാണ്? കാളിക്ക് ബലി നൽകാൻ ഉത്തമനായ പരിപൂർണ പുരുഷൻ ആലോചിച്ചു നോക്കൂ. അർജുനൻ ആലോചനയിൽ വ്യാപരിക്കുന്നു. അർജുനൻ: കൃഷ്ണ, അങ്ങനെ ഒരാളുണ്ട്. പണ്ടൊരിക്കൽ എനിക്ക് നാഗകന്യകയായ ഉലൂബിയിൽ പിറന്നൊരു മകനുണ്ട്. ഇരാവാൻ എന്നാണ് അവൻ്റെ പേര്. പരിപൂർണനായ പുരുഷനാണ് അവനെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല. കൃഷ്ണൻ: എങ്കിൽ എന്തിനു വൈകണം? അവനെ വിളിക്കാം. ഇരാവാൻ. അവൻ തന്നെയാവട്ടെ പാണ്ഡവ വിജയത്തിൻ്റെ ആണിക്കല്ല്. അർജുനൻ ഒരു പ്രശ്നപരിഹാരത്തിൻ്റെ അവസാന വഴിയെന്ന പോലെ ആവേശത്തിൽ അത്യുച്ചത്തിൽ ഇരാവാനേ എന്ന് വിളിക്കുന്നു. ആ വിളി അന്തരീക്ഷത്തിൽ പ്രതിധ്വനിക്കവേ ഏതോ ഗുഹാമുഖത്തു നിന്ന് ഇരാവാൻ പ്രത്യക്ഷനാകുന്നു. ഒരു ഗുഹാമുഖം. അജാനബാഹുവായ പരിപൂർണ പുരുഷനായ ഇരാവാന് മുന്നിൽ അർജുനനും കൃഷ്ണനും. അർജുനൻ: ഇരാവാൻ, ഉലൂബിയിൽ എനിക്കുണ്ടായ പുത്രൻ, മകനെ, ഞാൻ നിന്റെ പിതാവാണ്. അർജുനൻ. ഇരാവാൻ അർജുനന് മുന്നിൽ വണങ്ങുന്നു. ഇരാവാൻ: അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് എൻ്റെ പിതാവിനെ പറ്റി. ഇപ്പോഴെങ്കിലും കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം. ഇപ്പോഴെങ്കിലും ഈ മകനെക്കുറിച്ചോർത്തല്ലോ. അർജുനൻ: നിന്നെ പുത്രനായി അന്തപുരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനല്ല വന്നത്. ഇരാവാൻ: അറിയാം, അങ്ങയ്ക്ക് അതിനാവില്ലെന്നറിയാം. നാഗസ്ത്രീയിൽ അറിയാതെ പിറന്നുപോയ ഈ മകൻ പാണ്ഡവരാജ്യത്തിന് അലങ്കാരമല്ലെന്നറിയാം. പിതാവേ, വന്ന കാര്യം പറയൂ. അർജുനൻ: എനിക്കൊരു ബലിദാനിയെ വേണം. ഇരാവാൻ ഞെട്ടുന്നു. കൃഷ്ണൻ: പാണ്ഡവർക്ക് കുരുക്ഷേത്ര യുദ്ധം ജയിക്കണം. അതിനായി സർവോത്തമനായ ഒരു പുരുഷനെ കാളിക്ക് ബലി നൽകണം. അതിന് സർവ്വതാ യോഗ്യൻ നീയാണെന്ന് ഞങ്ങൾ അറിയുന്നു. അർജുനൻ: അതെ. മറന്നുവെച്ചത് ആപത്ഘട്ടങ്ങളിലാണല്ലോ ഓർമ്മയിൽ തെളിയുക. അപ്പോഴാണല്ലോ അത് ഉപകാരപ്പെടുക. യുദ്ധം ജയിക്കാൻ ഞാൻ മറന്നുവെച്ച ആയുധമാണ് നീ. പാണ്ഡവർക്ക് യുദ്ധം ജയിക്കണം. അതിന് നീ നിന്റെ ശിരസ് ബലി നൽകണം. ഞാൻ മറന്നുപോയ എൻ്റെ മകനെ, നീ എന്നെ സഹായിക്കില്ലേ? ഇരാവാൻ നിശബ്ദനാവുന്നു ഒരു വേള. പിന്നെ എന്തോ ആലോചിച്ചുറപ്പിച്ച്. ഇരാവാൻ: പിതാവ് അപേക്ഷിക്കുമ്പോൾ മകൻ രസിക്കുന്നതെങ്ങനെ? നിങ്ങൾക്ക് ജയിക്കാൻ ഞാൻ ബലിദാനിയാവാം. പക്ഷേ ഒന്നോർക്കണം, നിങ്ങൾ യുദ്ധം ജയിക്കുമ്പോൾ നിങ്ങൾക്ക് ജയിക്കാനായി സ്വയം തോറ്റുകൊടുത്ത ജന്മങ്ങളെപ്പറ്റി. അവർ തോൽക്കുമ്പോൾ മാത്രമാണ് ചിലർ ജയിക്കുന്നത്. കുരുക്ഷേത്ര യുദ്ധം പാണ്ഡവർ ജയിക്കുമ്പോൾ
വരും കാലം നിങ്ങൾക്ക് വാഴ്ത്തുപാട്ടുകൾ പാടുമ്പോൾ അതിലൊന്നും ഞാനുണ്ടാവില്ല. വിജയത്തിൻ്റെ മലമുകളിൽ ദൈവങ്ങളെപ്പോലെ നിങ്ങൾ പ്രതിഷ്ഠിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി മലയിറങ്ങിപ്പോയ ഞാനുണ്ടാവില്ല. എൻ്റെ ബലിദാനമുണ്ടാവില്ല. എൻ്റെ ചോരയുടെ അടയാളം പോലും ഉണ്ടാവില്ല. ദൈവങ്ങളുണ്ടാവുന്നത് അങ്ങനെയാണെന്നറിയാം. കൃഷ്ണൻ: ഇരാവാനെ, കർമ്മഫലത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കൂ. പാണ്ഡവർക്ക് യുദ്ധം ചെയ്യിക്കണം. ഇത് ധർമ്മയുദ്ധമാണ്. ഇരാവാൻ: കർമ്മഫലത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഞാൻ കർമ്മം ചെയ്യാം. നിങ്ങളുടെ ധർമ്മം ചെയ്യിക്കട്ടെ. പക്ഷേ ഒരു നിബന്ധന മാത്രം. ബലി അർപ്പിക്കപ്പെടുന്നവൻ്റെ അവസാനത്തെ ആഗ്രഹമായി കണ്ടാൽ മതി. അതങ്ങ് സാധിപ്പിച്ചു തരണം. കൃഷ്ണനും അർജുനനും: എന്ത്? ഇരാവാൻ കർക്കശ സ്വരത്തിൽ ദൃഢഭാവങ്ങളോടെ: ഈ ഇരാവാൻ ഇതുവരെ ഒരു പെണ്ണിനെ സ്പർശിച്ചിട്ടില്ല. പെണ്ണിൻ്റെ ഗന്ധമറിഞ്ഞിട്ടില്ല. സകല പുരുഷഗണങ്ങളും നിറഞ്ഞു നിന്നിട്ടും എനിക്കത് സാധിച്ചിട്ടില്ല. അതിനാൽ ബലിദാനിയാവുന്നതിന് മുമ്പ് ഭൂമിയിലെ സർവ്വഗുണങ്ങളും തികഞ്ഞ ഒരു പെണ്ണിനെ വേണം എനിക്ക്. ഒരു രാത്രി ഒരു പെണ്ണിനെ വധുവായി വേണം എനിക്ക്. അവളുടെ ഗന്ധമറിയണം. അവളോടൊത്ത് കാറ്റും മഴയും പോലെ ഇണചേരണം. മൂവുലകിലും ഉത്തമയായ സ്ത്രീയായിരിക്കണം അവൾ. ഭഗവാൻ, ആഗ്രഹം സാധിച്ചു തരണം. അങ്ങനെയെങ്കിൽ മാത്രം ഞാൻ ബലിദാനിയാവാം. കൃഷ്ണ അർജുനന്മാർ ഞെട്ടുന്നു. അവർ പരസ്പരം നോക്കുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ ഉഴറുന്നു. ഒടുവിൽ അർജുനൻ: എന്ത്